നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം കിഴക്കേമുക്ക് മണ്ണാത്തിക്കുളം പുനരുദ്ധാരണത്തിന് വഴി തെളിയുന്നു. ഏകദേശം 14.5 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുളം ചെളി നീക്കി പടുത്തുയർത്തി ചുറ്റുമതിൽ കെട്ടി നവീകരിക്കുന്നതിന് മൈനർ ഇറിഗേഷൻ വകുപ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചു. ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ഏറെക്കാലത്തെ ശ്രമത്തിനൊടുവിലാണ് മണ്ണാത്തിക്കുളത്തിന് ഫണ്ട് ലഭിച്ചത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പരിയാപുരം കിഴക്കേമുക്കുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു മണ്ണാത്തിക്കുളത്തിന്റെ വീണ്ടെടുപ്പ്. നാട്ടുകാരും ജനപ്രതിനിധികളും അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികൃതരും മണ്ണാത്തിക്കുളത്തിനായി ഒന്നിച്ചു നിന്നതോടെ കുളം പുനരുദ്ധരിക്കുന്നതിനായി 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഏകദേശം 14.5 സെന്റോളം സ്ഥലത്ത് മോട്ടോർ സ്ഥാപിക്കുന്നതിനുള്ള പുരയടക്കമാണ് കുളമുള്ളത്. ചെളിയെടുത്ത് പടുത്തുയർത്തി ചുറ്റുമതിൽ കെട്ടി നവീകരിക്കുന്നതിന് കരാറുകാർക്ക് ടെൻഡർ നൽകിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ ജലസേചനത്തിനും കുടിക്കാനുമൊക്കെ നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന കുളം 10 വർഷം മുമ്പാണ് അവസാനമായി വൃത്തിയാക്കിയത്. പൊതുവെ ജലലഭ്യത കുറവായ കിഴക്കേമുക്കിലെ പ്രധാന ജലസ്രോതസ്സു കൂടിയായിരുന്നു മണ്ണാത്തിക്കുളം. ഏറെക്കാലത്തിനുശേഷം കുളം നവീകരണത്തിന് വഴി തെളിയുമ്പോൾ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. എന്നാൽ കുളം പുനരുദ്ധാരണം നടത്തുന്നതിനോടൊപ്പം കുളത്തിലേക്ക് ഒരു വഴി കൂടി യാഥാർത്ഥ്യമാക്കണമെന്നും പ്രദേശത്തെ കർഷകൻ ഇയാലിൽ സേവ്യർ പറഞ്ഞു. പ്രദേശം മുഴുവൻ നെൽകൃഷിയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അത് കുളത്തിൽ വെള്ളം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നെൽകൃഷി കുറഞ്ഞപ്പോഴാണ് ഈ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വന്ന് ഇതിനകത്ത് ചാടി കുളിച്ചിട്ടാണ് ഇവിടുത്തെ ഉള്ളവരെല്ലാം നീന്ത് പഠിച്ചത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വേറെ ഒരു കുളമില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയപ്പോൾ അതൊന്ന് പുനരുദ്ധരിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്ത് അത് പാസ്സായി വന്നു, ടെൻഡർ ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള വഴിയുടെ ഒരു തടസ്സമുണ്ട്, അത് പഞ്ചായത്ത് ഇടപെട്ട് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് മണ്ണാത്തിക്കുളത്തിന്റെ വീണ്ടെടുപ്പിലൂടെ സാർത്ഥകമാകുന്നത്. രാഷ്ട്രീയം മറന്ന ജനപ്രതിനിധികളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമെല്ലാം ഒന്നിച്ചു നിന്നതിന്റെ ഫലമാണിതെന്നും പ്രദേശത്തുള്ളവർക്ക് നീന്തൽ പരിശീലനത്തിനടക്കം കുളം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നും വാർഡ് മെമ്പർ അനിൽ പുലിപ്ര പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഫണ്ടിൽ നിന്നാണ് 50 ലക്ഷം രൂപ നമുക്ക് ഇതിലേക്ക് പാസ്സായിട്ടുള്ളത്. അത് ഇവിടെ വിദ്യാലയങ്ങളും ഒക്കെ ഒരുപാട് വിദ്യാലയങ്ങളുള്ള ഏരിയകളിലേക്ക് ഒരു 3-4 വാർഡുകാർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഗുണപ്പെടും. നീന്തൽക്കുളമായിട്ടും അടിതൊട്ട് നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കുളം നിങ്ങൾക്ക് കാണാം. ഈ കുളം പാടെ നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ രീതിയിലേക്കാണ് നമ്മൾ മനോഹരമായ ഒരു നീന്തൽക്കുളം നമ്മൾ ഇവിടെ പ്രാവർത്തികമാകാൻ പോകുന്നത്. മണ്ണാത്തിക്കുളം നവീകരണത്തിന് വഴി തെളിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കുളത്തിലേക്ക് വഴിയൊരുക്കാൻ നടപടിയെടുക്കുമെന്നും അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. ഈ ഗ്രാമപഞ്ചായത്ത് അതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ബോർഡ് യോഗങ്ങളിൽ അതിൻ്റെ എല്ലാ നടപടികളും പാലിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന നാളുകളിൽ അതിൻ്റെ വർക്ക് തുടങ്ങും. ആ ഒരു സംവിധാനം വന്നാൽ പല മേഖലകളിലും നമുക്ക് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള പരിശീലനങ്ങൾ അടക്കം കൊടുക്കാനുള്ളൊരു സംഭവം തുടങ്ങും. കുളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വൈൻ്റെ ഒക്കെ വിഷയമുണ്ട്. അതൊക്കെ ഗ്രാമപഞ്ചായത്ത് അതിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. മഴ വിട്ടുനിന്നതോടെ വൈകാതെ കുളം നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും 1 വർഷത്തിനുള്ളിൽ എല്ലാ നവീകരണ പ്രവൃത്തികളും പൂർത്തിയാക്കി നാടിനു സമർപ്പിക്കാനുമാണ് അധികൃതർ ഒരുങ്ങുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.